രേണുസുതി എത്രയാ ചേട്ടന് കൂലി? രേണുസുതിയും മറ്റേ അവനും കൂടെ നടന്നു വരുമ്പം ഒന്ന് കൈയടിക്കടാ എന്ന് പറയുന്ന ചേട്ടന് ദിവസക്കൂലിയാണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രേണുസുതി വരുമ്പത്തേക്ക് കൈയടിക്കടാന്നൊക്കെ പറയാനായിട്ട് ആരാ ഈ രേണുസുതി? എനിക്ക് മനസ്സിലാവുന്നില്ലടേ, എന്തോ ഇവിടെ സംഭവിക്കുന്നത്. ഒരു അമ്പലത്തിലെ പരിപാടിക്ക് വന്നതാ രേണുസുതി മറ്റേ പ്രതീഷ് എന്ന് പറയുന്നവനും. രേണുസുതി അങ്ങോട്ട് അമ്പലത്തിന്റെ പറമ്പിലോട്ട് കാലെടുത്ത് വെച്ചോടനെ കയ്യടിക്കടാ എന്ന്. അല്ല, ഇതൊക്കെ ദിവസക്കൂലിക്ക് നിർത്തിയതല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് മൊത്തത്തിൽ കാണേ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കേട്ടു, ഒരു ഓൺലൈൻ ചാനൽ, അത് രേണുസുതിയുടെ ആണെന്ന് പറയുന്നു, രേണുസുതിക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ള ചാനലാന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും മാർക്കറ്റിംഗ് ആ ചാനലിലൂടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് രേണുസുതിക്ക് വേണ്ടിയിട്ട്. രേണുസുതി എവിടെ പോയാലും അവിടെയുണ്ട് ക്യാമറയും പിടിച്ചോണ്ട് ആ ചാനല്. ഇതിന് മാത്രം അല്ല, രേണുസുതിയുടെ തല അത് സമ്മതിച്ചു കൊടുക്കണമല്ലോ. ഈ സിനിമയിലൊന്നും എന്തായാലും ഇതുവരായിട്ടും ആരും വിളിച്ചതായിട്ടൊന്നും അറിയുന്നില്ലേ. പിന്നെ വല്ലപ്പോഴും ഈ ആൽബം അങ്ങാണ്ട് പറഞ്ഞ് എന്തൊക്കെയോ പരിപാടികൾ കാണിക്കാറുണ്ട്, ഷോർട്ട് ഫിലിം, കൂടാതെ ഈ ഇനാഗുറേഷൻ, ഇതൊക്കെയാണ് ചേച്ചിയുടെ മൊത്തത്തിലുള്ളൊരു പരിപാടികൾ. അപ്പൊ ഇതിനൊക്കെ വിളിക്കണമെങ്കിലും ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഓടണമെങ്കിലും ഒക്കെ മാർക്കറ്റിംഗ് വേണം, സ്വന്തം മാർക്കറ്റിംഗ് വേണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാമോ? ഒരു അമ്പലത്തിൽ പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് കയ്യടിക്കടാന്ന്. നമുക്കിതൊന്ന് കാണാവേ മൊത്തത്തിൽ, എന്നിട്ട് ബാക്കി. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ഈ കലാമാമാങ്കത്തിന് മാറ്റുകൂട്ടാൻ അതിഥിയായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ രേണുസുതി. ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ രേണുസുതി. ഈ രേണുസുതി ബിഗ് ബോസിൽ പോകാൻ കാരണക്കാരാരാണ്? അതും കൂടെ ഒന്ന് പറ. ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരും പിന്നെ നമ്മളെ പോലുള്ള റിയാക്ഷൻ ചാനലുകാരും ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലെത്തിയത്. അതല്ലാതെ രേണുസുതിയുടെ മികച്ച മറ്റേ കഴിവ് അങ്ങോട്ട് കണ്ടിട്ട് ആരും വിളിച്ചോണ്ട് പോയതാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കഴിവാ? എനിക്ക് ഇവര് വലിയ അഭിനേത്രിയായിട്ടൊന്നും തോന്നിയിട്ടില്ലേ, എൻ്റെ അഭിപ്രായമായി പറയുന്നത്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ പറയണേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവരേതോ സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നും പറഞ്ഞ് മറ്റേ യൂട്യൂബിൽ കിടപ്പുണ്ട് 1.5-2 മണിക്കൂറിന്റെ ഒക്കെ ഓരോ സാധനങ്ങൾ. അതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നളി അതിനെയൊക്കെ സിനിമയെന്ന് വിളിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ പാട്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വസീകറയൊക്കെ ഇവര് പാടിയ കേട്ടപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞ ഞാൻ തന്നെ ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ ഈ അമ്പലത്തിലാണോ ഏതൊരു അമ്പലത്തിൽ ഒരു ഗാനമേളക്ക് ഈ ചേച്ചി പാടുന്ന കേട്ടടേ, എൻ്റെ ദൈവമേ, പെറ്റ തള്ള സഹിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ, ഏതാണ്ട് ആ ഒരു അവസ്ഥ. എന്തോന്നാ കാണിക്കുന്നത് എൻ്റെ പൊന്നു പെങ്ങളെ? നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ? വെറുപ്പിക്കുവോ നാട്ടുകാരെ മൊത്തവും? ഈ നാട്ടുകാരില്ലെങ്കിൽ രേണുസുതി നിങ്ങളില്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയോ അങ്ങോട്ട് കുറച്ച് പൈസ വന്നപ്പോഴത്തേക്ക് ഒരു അഹങ്കാരം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ വർത്താനം നല്ല രീതിയിൽ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. പല ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് പൂച്ച വാങ്ങ്. ചേച്ചി, നിങ്ങൾ പറയുന്നത് ഓൺലൈൻ മീഡിയക്കാരും റിയാക്ഷൻ ചാനലും എല്ലാവരും കൂടെ നിങ്ങളെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു എന്നല്ലേ? ഈ നിങ്ങൾ തുണി മാറുമ്പോൾ പോലും എന്തിനാ ഈ ഓൺലൈൻ മീഡിയക്കാരെ അങ്ങോട്ട് വലിച്ചു കയറ്റിയിടുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. തുണി മാറുന്ന ഒരു ഡ്രസ്സിങ് റൂമിൽ നിങ്ങൾ വാട്ടെവർ ഒരു വീട്ടിലെ ഒരു റൂം, അത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കണം. അവിടോട്ടൊക്കെ ഓൺലൈൻ മീഡിയക്കാരെ വലിച്ചു കയറ്റി അവിടെ നിർത്തിക്കൊണ്ട് കഥ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടോണേ. അതിനു മുമ്പ് രേണുസുതി, എത്രയാ ചേട്ടൻ്റെ കൂലി? എത്രയാ കൂലി? നാണമില്ലേ? നാണം ഇങ്ങനെ ജനങ്ങളുടെ കയ്യടി മേടിക്കാൻ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയയോടെ കാണിക്കുന്നതും ബിഗ് ബോസിൽ പോയി കാണിക്കുന്നതും ഒക്കെ കണ്ട ആൾക്കാർ കൈയടിക്കുന്നെങ്കിൽ ഓക്കെ. ഇതൊരു പരിപാടിക്ക് വരുമ്പോൾ അവിടെ ആരും കൈയടിക്കുന്നില്ല. കാണുമ്പോഴത്തേക്ക് പറഞ്ഞ് കൈയടിപ്പിക്കുക, പറഞ്ഞ്. ഇച്ചിരി ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണം കേട്ടോ രേണുസുതി. ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടോണേ നിങ്ങളെ, എന്നിട്ട് ബാക്കി.
എടാ ഇത് പാക്കാടെ ബ്ലൗസ് ഇത് മതി ഇനി ഇന്നതാവണ്ട നീ ഒരെണ്ണം മേടിച്ചോണ്ട് പോകാം ഫ്ലവർ കൊടുത്തോ ഇങ്ങനെ മുടി സൈഡ് വലിച്ചതാ നോക്കടാ അത് നമുക്ക് ഒരു ബെഡ്റൂമാ, നിങ്ങൾ ഓർക്കണം, ഒരു ബെഡ്റൂമാ. ആ ബെഡ്റൂമിനകത്ത് വരെ ക്യാമറയും കൊണ്ട് രേണുസുതി എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ആൾക്കാർ. ഞാൻ ആ വീഡിയോ എടുക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല കേട്ടോ, ഞാൻ കുറ്റം പറയത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇവര് സമ്മതിച്ചിട്ടല്ലേ ആ റൂമിനകത്ത് വരെ കയറി അവർ ഒരുങ്ങുന്നവരെ വീഡിയോ എടുക്കാൻ. ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? ഇതൊക്കെ എന്തിനീ കാണിക്കുന്നറിയോ? ഫീൽഡ് ഔട്ട് ആയി പോവാതിരിക്കാൻ. എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ കാലം ഇനാഗുറേഷൻ ഒക്കെ ചെയ്ത് ഗാനമേളയ്ക്കൊക്കെ പോയി ദുബായിലോട്ടും മസ്കറ്റിലോട്ടും കുവൈറ്റിലോട്ടും ഒക്കെ പോയി ജീവിച്ചോട്ടെ. എങ്ങനെയാന്ന് വെച്ചാൽ ജീവിക്കട്ടെ. ആ സ്ത്രീ അവരൊറ്റയ്ക്കാണ്, അവർക്കും പൈസ വേണം, അവർക്കും ജീവിക്കണം. ഇതൊക്കെ നേരത്തെ തൊട്ടേ പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ തന്നെ ഓൺലൈൻ മീഡിയക്കാരെയും റിയാക്ഷൻ ചാനലുകാരെയും എല്ലാവരെയും അങ്ങോട്ട് അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവർ മറ്റേത് ചെയ്തു. ഈ മറ്റേതും മറിച്ചതും ഒക്കെ ചെയ്യാനായിട്ട് ഓരോ റീസൺസ് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്ത്രീയെ നിങ്ങളാണ്. അത് നിങ്ങൾക്ക് എന്താ ഇത്രയും കാലമായിട്ട് മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ ആൾക്കാരൊന്ന് പറഞ്ഞു കൊടുക്ക്. ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അപ്പോഴും രേണുസുതിക്ക് വേണ്ടത് റീച്ച്. നെഗറ്റീവ് ആണെങ്കിലും റീച്ച്. ഫീൽഡ് ഔട്ട് ആവരുത്. ഡെയിലി ആൾക്കാർ എന്നെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കണം, ഡെയിലി ആൾക്കാർ എന്നെ അപരാധിച്ചോണ്ടിരിക്കണം. ഇതാണ് രേണുസുതിയുടെ ആഗ്രഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇച്ചിരി ഒന്ന് 10 പേര് അറിയുന്ന ഒരു വ്യക്തിയായി, നിങ്ങൾ തുണി മാറുന്നിടത്ത് വരെ, നിങ്ങൾ മേക്കപ്പ് ഇടുന്നിടത്ത് വരെ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇത് രേണുവിന്റെ ബെഡ്റൂം ആണെന്ന് ഞാൻ പറയുന്നില്ല, വേറെ എവിടെയോ എനിക്ക് ആ പ്രോഗ്രാമിനെ കണ്ട് പോകുമ്പോൾ എവിടെ നിന്ന് ഒരുങ്ങുകയാണ്. അങ്ങോട്ടൊക്കെ മീഡിയക്കാരെ വലിച്ചു കയറ്റിയിട്ട് അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ ഓൺലൈൻ മീഡിയക്കാരെ ആണെങ്കിലും ശരി ഒരു 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 സ്റ്റെപ്പിനപ്പുറം മാത്രമേ നിർത്തത്തുള്ളൂ. ചില ആൾക്കാരെ കാണാറുണ്ടല്ലോ ഈ എയർപോർട്ടിലൊക്കെ, സെലിബ്രിറ്റീസ്. റേണുവിനെ വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും 10 പേര് അറിയുന്ന ഒരാളാണല്ലോ, അങ്ങനെ ഇരിക്കട്ടെ. ഇതുപോലെ 10-100 ആൾക്കാർ അറിയാവുന്ന വ്യക്തികൾ ഇവർ മാക്സിമം ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ പോയി ചാടാതെ മാറി ജീവിക്കാനേ അവർ നോക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഒരെണ്ണം വീട്ടിനകത്ത് വരെ വലിച്ചു കയറ്റുന്നത്. എന്തോന്നടേ ഇത്? നിലവാരമില്ലാന്ന് എല്ലാവർക്കും പണ്ടേ മനസ്സിലായതാ. പക്ഷെ ഒരു പരിപാടിക്ക് വരുമ്പോഴത്തേക്ക് കൈയടിക്കുക. ഇനിയിപ്പോൾ രേണു പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ചേട്ടൻ നേരത്തെ മറ്റേ കൈയടിക്കണം മക്കളെ എന്ന് പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു സംശയം എവിടെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ ദിവസക്കൂലിയാണോ? ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട അമ്പലത്തിൽ ഇവർ ചെന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതിൽ പലതിലും നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വലിയ മൈൻഡൊന്നും ഇല്ല. പിന്നെ അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കുക, കൈ പൊക്കി കാണിക്കുക, ഹായ്. കഷ്ടം. ഞാനൊരു പോസ്റ്റ് കണ്ടു നമ്മുടെ മലയാള മനോരമയുടെ. എന്തൊക്കെയാണോ, അമ്പലത്തിൽ ഗാനമേളയ്ക്ക് ഹിന്ദിപ്പാട്ട് പാടി രേണുസുതി, വിമർശനവും കയ്യടിയൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ. രേണുസുതി ചെന്നിറങ്ങുമ്പോഴത്തേക്ക് കയ്യടിക്കട എന്ന് പറയാൻ ചില ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരിരുന്ന് കയ്യടിക്കാനും ഉണ്ട്. അതിനെയൊക്കെ കയ്യടി എന്നൊന്നും വിളിക്കരുത് കേട്ടോ. പിന്നെ വിമർശനവും കയ്യടി എന്ന് പറയുന്നത് ഈ കമന്റ് ബോക്സിലാണ്. ഇതും കൂടി ഒന്ന് വായിച്ചു തരാം. രേണുവിന്റെ പാട്ടിനെ ഒരു കൂട്ടർ വിമർശിക്കുമ്പോൾ അസൂയ കാരണമാണ് നെഗറ്റീവ് കമന്റുകൾ ഉയരുന്നതെന്ന് രേണുവിന്റെ ആരാധകർ പറയുന്ന അസൂയ. എന്ത് കണ്ടിട്ട് അസൂയപ്പെടാൻ? അതായിരിക്കും മനസ്സിലാവാത്തത്. എന്ത് കണ്ടിട്ട് അസൂയപ്പെടണം? രേണുസുതിയുടെ ആൽബങ്ങൾ കണ്ടിട്ടോ? രേണുസുതിയുടെ സിനിമകൾ, രേണുസുതി പറയുന്ന മറ്റേ ടൈപ്പ് ഓഫ് മറ്റേ നമ്മുടെ എന്തോ 1 മണിക്കൂറുള്ള അതുപോലത്തെ സിനിമകൾ കണ്ടിട്ടോ? അതൊക്കെ കണ്ടിട്ടാണ് അസൂയപ്പെടുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അസൂയപ്പെടുന്ന കാരണം കൂടെ ഒന്ന് പറഞ്ഞു തരണേ. രേണുവിന്റെ ആരാധകർ പറയുന്നു, കളിയാക്കുന്നവർക്ക് ഇതുപോലെ വേദിയിൽ കയറി 2 പേർ പാടാൻ കഴിയുമോ എന്ന് ആരാധകർ ചോദിക്കുന്നു. എന്റെ പൊന്നെ, ഇങ്ങനെ 2 വരി പാടാൻ ദൈവം കഴിവ് തരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇങ്ങനെ രേണുസുതി കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പാടിയതുപോലുള്ള ആ ഒരു ഫ്ലോയിൽ പാടാൻ കഴിവ് തരണ്ട ദൈവം. പിടികിട്ടിയോ? എന്തിനാ? അതും അങ്ങനെ ഒരു ഭാഗ്യം, ഒരു സ്റ്റേജിൽ നിന്ന് പാടാനായിട്ടുള്ള അത്ര വലിയ ഭാഗ്യമൊന്നും ദൈവം തരണ്ട. കാരണം ഇങ്ങനെ ചെറുക്കരെ വെറുപ്പിക്കാതിരിക്കുന്നവരല്ലേ നല്ലത്. എന്തൊരു വെറുപ്പിക്കുന്നത്. ഇതൊന്ന് കണ്ടോണേ നിങ്ങൾ, സൂപ്പർ പാട്ടാ. ഇതൊന്ന് കേൾക്കണേ, എന്നിട്ട് ഞാൻ ബാക്കി പറയുന്നുള്ളേ.
എടാ എന്തടേ ബാക്കി കേൾപ്പിക്കാം, എന്തടേ ഇതൊക്കെ? അമ്പലപ്പറമ്പിൽ പോയി സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്റെ രേണുസുദേ ഇങ്ങളെ കണ്ടേ പറ്റുള്ള ചേച്ചി, ഇതുപോലൊക്കെ കേട്ടോ, ഇതുപോലൊക്കെ പാട്ട് കേൾക്കണ്ടേ? ഇത് ഡാൻസ് മാത്രമേ ആയിട്ടുള്ളൂ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആണ്. കണ്ടില്ലേ എല്ലാ ഭാഗങ്ങളും ബാക്കി കേട്ടോണേ. വെള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എടേ മുട്ടം വെള്ളിയല്ലേ ഈ പാടുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കും നീന്റെ ഇടയ്ക്ക്. ആ പാട്ടിനെ നശിപ്പിക്കുവോ? വസീകറ പോരെ, വസീകറ മാത്രം പോരെ, വേറെ വേറെ സാധനങ്ങൾ പിടിക്കാതെ വെറൈറ്റിക്ക് ജനങ്ങൾ കല്ലെറിയും ചിലപ്പോ ചേച്ചി. ബാക്കി ബാക്കി കേൾപ്പിക്കാം. ആ കൂടെ നിന്ന് പാടുന്നത് ആരാ? രേണുവിന് പറ്റിയ പാർട്ട്ണർ. രണ്ടുപേരും സൂപ്പറായിട്ട് പാടുന്നുണ്ട്. നമുക്കൊന്നും പാട്ട് പാടാൻ അറിയത്തില്ലേ? നമുക്കറിയത്തില്ലേ? നമ്മളെ നാട്ടുകാരെ വെറുപ്പിക്കാനില്ലേ? പാടാനൊക്കെ അറിയാടെ, പാടിക്കറിഞ്ഞ 10 പേര് വെറുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ പരിപാടി, ആ കൊലപാതകം ചെയ്യാൻ ഇറങ്ങത്തില്ല. പക്ഷെ ഇതെന്തോ ഇത് അറിഞ്ഞു വെച്ചോണ്ടാണോ അത് ഇനി അറിയാതെ കാണിച്ചു കൂട്ടുന്നതാണോ ഇതൊക്കെ? ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെ ആൾക്കാർ ഇരിക്കുന്നടേ? ചീമൊട്ടയ്ക്ക് അറിയാത്തത് ഭാഗ്യം കേട്ടാ, ചീമൊട്ടയ്ക്ക്. ബാക്കി കേക്കാം. മാറത്ത് നീ തൊട്ട മറുകാണ്. രേണുസുദേ എന്താ രേണുസുദി ഇങ്ങനെ? എന്താ പറ്റിപ്പോയ കുഞ്ഞിന്? വസീകറ പോരെ, വസീകറയായിരുന്നു നല്ലത്. ഇത് കുറച്ച് ഓവറായി പോയി രേണുസുദേ. അയ്യോ രേണുസുദി വസീകറെ വേണ്ട കേട്ടാ. രേണുസുദി വസീകറെ നിർത്തിക്കോ. അതിന്റെ ഫ്ലോയും പോയിട്ടുണ്ടെന്നാണെങ്കിലും ഓൺലൈൻ മീഡിയക്കാരത് ഇങ്ങനെ വരുമ്പോ മാത്രം വസീകറ പാടിയാ മതി. സ്റ്റേജിലൊന്നും പാടാൻ കുഞ്ഞായിട്ടില്ല. കുഞ്ഞിനെ ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചതാ, അത്രയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടോ. എന്തോന്നാടേ ഇത്? സ്വന്തമായിട്ടൊരു ബോധമില്ലേ ചേച്ചി? എങ്ങനെ ബോധം അല്ലേ? കയ്യടിക്കടാ, കയ്യടി. Thank you. മൈക്ക് വെക്കാനൊക്കെ അറിയാമോ രേണുസുദി? ആ സ്റ്റാൻഡിൽ കൊണ്ട് മൈക്ക് കുത്തി വെക്കാനൊക്കെ അറിയാല്ലേ? എല്ലാം അറിയാം രേണുസുദിക്ക്. രേണുസുദിക്ക് പാട്ട് പാടാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയാം. അയ്യോ, ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ കൈയടിച്ചും ആർപ്പ് വിളിച്ചും ആയിരിക്കത്തില്ല പ്രോത്സാഹനം. കാലിൽ കിടക്കുന്ന ചെരുപ്പൂരിയായിരിക്കും. അത് രേണുസുദി ചേച്ചി ഒന്ന് മനസ്സിലാക്കണേ. ഇനി ഇതുപോലുള്ള കൊലപാതകങ്ങളൊന്നും ചെയ്യല്ലേ. ബാക്കി കുറച്ചും കൂടെ ഒന്ന് കാണാമേ. രേണുസുദി വയ്യ രേണുസുദി. ആ പാവത്തിന് ആരെങ്കിലും ഇച്ചിരി വെള്ളം കൊടുക്കാൻ മേലായിരുന്നു. പാടി തളർന്ന് മൂടൊക്കെ വേറെ രീതിയിലാ പോകുന്നത്. ഇച്ചിരി വെള്ളം കൊടുക്കാൻ മേലായിരുന്നോ കമ്മിറ്റിക്കാര്? എന്തിനാ നമ്മുടെ രേണുസുദി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന? പാവം ക്ഷീണിച്ച് തറ വീഴും ഇപ്പോ. എന്നാ ചേച്ചി പറ്റിയിരിക്കുന്നേ?
ആ സൈഡിൽ റിമി ടോമിയുടെ പടമൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതോ ഓൺലൈൻ മീഡിയക്കാരനെടുത്ത വീഡിയോ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റിമി ടോമിയുടെ ഫോട്ടോയൊക്കെ വെക്കാതിരുന്നൂടെ? ആ പാവം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങി താഴെ വീഴും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അതിനെ നിങ്ങൾ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുകൊണ്ട് വരും. പല വേദികളിലും നല്ല രീതിയിൽ റിമി ടോമിയെ പോലുള്ള ആളുകളൊക്കെ പാടി വെച്ചിരിക്കുന്ന പാട്ടാ പൊന്നു രേണുസുതി. ഇതൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് ആടുമ്പത്തേക്ക് അതൊക്കെ അങ്ങോട്ട് ആലോചിക്കണേ. ഷോ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ എന്തും ചെയ്തോ. സോഷ്യൽ മീഡിയ, സ്വന്തം ചാനലോ ഇല്ലെങ്കിൽ ഇനിയും പാർട്ട്ണർഷിപ്പോ എന്തൊക്കെയാന്ന് വെച്ചാൽ ആയിക്കോ. ബൂസ്റ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്യണം. നാട്ടുകാർ മണ്ടന്മാർ വിളിക്കട്ടെ ഇനാഗുറേഷനൊക്കെ, എന്നിട്ട് അവിടെ നിർത്തിയിട്ട് വസീകറ പാടിപ്പിക്കട്ടെ. പക്ഷെ അമ്പലപ്പറമ്പ് മൈക്കും കൊണ്ട് കയറി ഇന്ന് ബസീകർ എന്ത് ഇതൊന്നും പാടിയേക്കല്ലേ. അമ്പലപ്പറമ്പ് വേറെ വല്ല പറമ്പുമായി മാറും. മനസ്സിലായോ? എൻ്റെ പൊന്നു കൂട്ടുകാരെ, ആരെ വിളിക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഈ മറ്റേ പുറകിരുന്ന് മറ്റേ ഡ്രംസും ഗിറ്റാറും ഒക്കെ വായിക്കുന്നവരില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, രേണുസുതി പാടാൻ വന്ന ഒരു കാരണവശാലും നിങ്ങൾ ഗിറ്റാർ ഒന്നും എടുത്ത് വായിക്കാൻ നിൽക്കരുത്. മനസ്സിലായ? ഫ്ലോപ്പായി പോകും. നിങ്ങൾ അടങ്ങി ഇരുന്നാൽ മതി. രേണുസുതി മൈക്ക് വെച്ചിട്ട് രേണുസുതിയുടെ ശുദ്ധമായ മാധുര്യം നിറഞ്ഞ ആ ഒച്ചയിലൂടെ, ആ വായിലൂടെ അങ്ങനെ പാടിയിട്ട് രേണുസുതി അങ്ങ് പൊക്കോളും. ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കൂടെ കേൾക്കുമ്പോഴത്തേക്ക് തലയ്ക്ക് പെരുപ്പടിക്കുന്നതേ. സീരിയസ്ലി തലയ്ക്ക് പെരുപ്പിടിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും പെരുപ്പിടിക്കുന്നില്ല. ഞാൻ നിർത്തി, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, എനിക്ക് വയ്യ. അയ്യോ, കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. 3 മിനിറ്റിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് ഒരു സുഹൃത്ത് അയച്ചു തന്നെ. എനിക്ക് വയ്യ, പെരുപ്പടിക്കുന്നു തലയ്ക്ക്. എന്തോന്നാ ഇത്? ഇനിയും വേറൊരു അപരാധമുണ്ട്. ഇതും കൂടെ മതി കേട്ടാ, വയ്യ. ഫിൽട്ടർ ഇടാതെ ഒരു വീഡിയോ ചെയ്യാമോ? ചിലപ്പോൾ ഞാനിതേ വീഡിയോ ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പാട്ട് ബാക്കിലുള്ള ഓഫ് ചെയ്യും കേട്ടോ. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വല്ലതും വന്നാലേ ചിലപ്പോൾ പാട്ട് വിട്ടേക്കാം. ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഒരു പാട്ടുണ്ട്, ഫിൽട്ടർ ഇടാതെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നങ്ങാണ്ട് ആരാണ്ട് ചോദിച്ചതാ. എടാ, ഇതിനോടൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ആ പാവം ചേച്ചിയെടുക്കെ എന്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഫിൽട്ടർ ഇടാതെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് കരയിപ്പിക്കുമോ നിങ്ങൾ അവരെ? അവൻ ജീവിച്ചോട്ടെ, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ, സ്വന്തം പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടട്ടെ. ഇനാഗുറേഷൻ വേണ്ടേ? ദുബായിക്ക് പോവണ്ടേ? കുവൈറ്റിന് പോവണ്ടേ? UK എങ്ങാണ്ട് പോണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ലല്ലോ. മാർച്ചിന് പകുതിയാകുമ്പം റാസൽ ഖൈമയിലെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. പാപ്പിലോണ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തോ ഒരു റെസ്റ്റോറന്റ്, അതിന്റെ എന്തോ ഭാഗമായിട്ട്. പക്ഷെ ഈ UK എന്തായി? UK ചെല്ലണ്ടെന്ന് പറഞ്ഞാ? വരണ്ടെന്ന് പറഞ്ഞ UK ആട്ടി തുപ്പിയ. അമ്പലപ്പറമ്പിലെ പാട്ട് കേട്ടിട്ട് ലാസ്റ്റ് അവര് പറഞ്ഞു കാണും അല്ലേ, എന്റെ പൊന്നുമോളെ, വേണ്ട മോളെ, നീ ഇങ്ങോട്ട് വരണ്ട മോളെ, കസുള്ള മോളെ എന്ന് പറഞ്ഞ. അല്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളു കേട്ടാ, തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ വലിയ പാട്ടുകാരി, കലാകാരി. അയ്യോ വയ്യായേ, നമ്മളൊക്കെ പാവങ്ങളെ. നിങ്ങൾ പറയുന്ന കണക്ക് ഇങ്ങളെ വിറ്റങ്ങ് ജീവിക്കുന്നവര്. ഇനിയെങ്കിലും എൻ്റെ പൊന്ന് തേത്തി ആ ഡയലോഗ് അടിക്കല്ലേ. വല്ലപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ, അതും ആർക്കും വേണ്ട. ഇപ്പോ രേണുസുതിയുടെ കാണുമ്പോ തന്നെ പിടികിട്ടിയോ? പിന്നെ രേണുസുതിക്ക് യൂട്യൂബിലൊന്നും ഇപ്പൊ വലിയ അങ്ങോട്ട് ഒരു സുഖമാറില്ല. പൈസ തരുന്നില്ല രേണുസുതിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. ഇപ്പൊ യൂട്യൂബ് പഴയ പോലെ എന്താന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിനൊക്കെ വെറുപ്പായെന്ന് തോന്നുന്നു. കുറെ കമന്റുകളുണ്ട്, ഇഷ്ടം പോലെ കമന്റുകൾ. 1-2 മാത്രം ഇവിടെ നിന്ന് കാണിച്ചു തരാം. രേണുസുതിയുടെ പാട്ടിനെ പറ്റിയാ, വേറൊന്നിനെ പറ്റിയിട്ടല്ല. അമേരിക്കയിൽ ബോംബ് അതൊന്നും അല്ല കേട്ടാ. അല്ലെങ്കിൽ നമ്മുടെ ട്രംപിനെ പറ്റിയിട്ടാ, അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിജിയെ പറ്റിയിട്ടൊന്നും അല്ല. രേണുസുതിയുടെ പാട്ടിനെ പറ്റി കുറച്ച് കമന്റുകളുണ്ട്. ഇവളെ ഗാനമേളയ്ക്ക് വിളിക്കുന്നവർ സംഗീതത്തെ കളിയാക്കുവാണോ? സത്യം, എനിക്കങ്ങനെ തോന്നി. കളിയാക്കുവാണോ? എന്തിന് ഇതിനെയൊക്കെ? രേണുസുതിക്ക് ഈ ഓൺലൈൻ മീഡിയക്കാർ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അവരുടെ ഫ്രണ്ടില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇല്ലാതെ നിന്ന് പാടാനേ കൊള്ളത്തുള്ളൂ. അത് കേൾക്കുമ്പോൾ നല്ല രസവും തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ല, കാട്ടവരാതോടെ. ഇതൊക്കെ അമ്പലപ്പറമ്പിൽ നിർത്തിയിട്ട് എങ്ങനെ പറ്റുന്നു? കമ്മിറ്റിക്കാരെ, നിങ്ങൾക്കൊന്നും തോന്നിയില്ല? പകുതി നിർത്തിക്കാനൊന്നും തോന്നിയില്ല നിങ്ങൾക്ക്? കേട്ടോണ്ടിരിക്കുക മൊത്തത്തിൽ 3 മിനിറ്റ് പോലും കേൾക്കാൻ പറ്റുന്നില്ല എനിക്കൊക്കെ. എനിക്ക് നാട്ടുകാരെ വെറുപ്പിക്കാനും വയ്യ അത് കേൾപ്പിച്ച്. അയ്യോ, ഇവൾക്കൊക്കെ അവസരം കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതി. സത്യം, ഇതൊക്കെ കേൾക്കാനും ആളുണ്ടല്ലോ.
പറ്റുന്ന പണി ചെയ്താൽ പോരെ, സ്വന്തം കഴിവുകേട് മനസ്സിലാക്കാത്തവൾ. എൻ്റെ അമ്മോ, ചിരി അടക്കാൻ കഴിയുന്നില്ല, കുറച്ചൊന്നുമല്ല തൊലിക്കെട്ടി. എല്ലാം നല്ല ഉഗ്ര കമന്റുകളാണല്ലോ രേണുസുതി. ഒരുപാട് പേര് രേണുസുതിയെ സ്നേഹിക്കുന്നു, രേണുസുതിക്ക് പാപ്പും തോലും ഒക്കെ കൊണ്ട് തരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എവിടെയാ ഇത്? അല്ല, അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ എന്തിനീ അമ്പലപ്പറമ്പിൽ പോകുമ്പോ ഈ കൂടെ വരുന്ന ഏതോ ഒരുത്തം മറ്റേ കയ്യടിക്കടാ കയ്യടി, രായാവ് വരുന്നു കയ്യടി എന്ന് പറയേണ്ട കാര്യം എന്താ? ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരായിട്ട് കൈയടിക്കട്ടെ, മനസ്സിലായോ? അവരായിട്ട് ഇങ്ങോട്ട് വന്ന് കൈ തരും. അല്ലാതെ അങ്ങോട്ട് പോയി അപ്പുറം നിൽക്കുന്നവരെ ഹായ് ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ സരോജ് കുമാർ ഹായ്, എന്ത് കാര്യത്തിന്? കഷ്ടം ചേച്ചി. ചേച്ചിക്ക് വസീകറ പാടുമ്പോൾ അങ്ങോട്ട് വേറെ പലതിന് മുട്ടും. നിക്കറ് വിധവ, പ്ലൈബട്ട് പ്ലോയിലറ്റ് തന്നെ. എടേ എന്തുവാടേ ഇത്? ഷേ, പ്രൈവറ്റ് ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് തന്നെ എന്നൊക്കെ. പലതിന് മുട്ടുവന്ന്. എന്തിനു മുട്ടും? നിക്കർ വിധവ അങ്ങനെ ഒരു സാധനമൊക്കെ ഇടയ്ക്ക് ഞാൻ കേട്ടു. സ്റ്റേജിൽ കയറി മടല് വെട്ടി അടിക്കണം മൂദേവിയെ. എൻ്റെ അമ്മോ, ഇത് കണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ, ഇത് കണ്ട് ഇരുന്നവരുടെയൊക്കെ അവസ്ഥ അത് ഞാൻ ആലോചിച്ചു കേട്ടാ. എങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, അതൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതും കൂടെയൊക്കെ ഒന്ന് കാണിക്കേണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ 10 പേര് അവിടെ ഉണ്ടോന്ന്. അല്ല, ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെ ഇരിക്കും? ഞാനത് വീണ്ടും പറയുന്നത്, 3 മിനിറ്റിന്റെ ക്ലിപ്പ് എനിക്കെടുത്തിട്ട് മൊത്തം കേൾപ്പിക്കാൻ പറ്റുന്നില്ല. വയ്യ, ചെവിക്കകത്തെന്തോ മൂളല് കേൾക്കുന്നു. പറയാനിരുന്ന കാര്യങ്ങളും മറന്നു പോകുന്നു ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക്. വല്ല അമ്മീഷ്യം ബാധിച്ചു പോകും. അമ്മീഷ്യം ബാധിക്കാൻ നമ്മുടെ ഒരു സുഹൃത്തിന്, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തിനോട് അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ, അപ്പോട്ടെ, നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരുത്തൻ, ശത്രു, അവരെ വേണമെങ്കിൽ കൊണ്ടിരുത്തി കേൾപ്പിക്കുക ഈ പാട്ടൊക്കെ. എൻ്റെ പൊന്നെ, അവൻ അംബീഷ്യം ഒന്നല്ല, മറന്നുപോകും. ചിലപ്പോൾ കുഴഞ്ഞു വരെ വീട് കളഞ്ഞേക്കും. അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. എന്താ ഇത്? പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ പറ. ഈ ചേച്ചിയൊക്കെ ഇനി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണോ? കഴിഞ്ഞില്ലേ? 1, 2, 3 വർഷം ആയില്ലേ ഈ കിടന്ന് തിളയ്ക്കുന്ന സോഷ്യൽ മീഡിയയിൽ. നാട്ടുകാരെ മണ്ടന്മാരാക്കി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി. ഇനി ഇതിനെ ബൂസ്റ്റ് ചെയ്യണോ? എനിക്ക് തോന്നുന്നില്ല. ഇതിനാരെങ്കിലും എങ്ങനെ എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാവത്തൊന്നുമില്ല. കാണിക്കുന്നത് അപരാധമാണെന്ന് മനസ്സിലാവത്തേ ഇല്ല. അവരായി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, എന്തും കാണിച്ച് ജീവിച്ചോട്ടെ. പക്ഷെ ജനങ്ങളെ വെറുപ്പിക്കരുത്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു അമ്പലപ്പറമ്പിലൊക്കെ പോയിരുന്നത് കാണാൻ വരുന്ന ആൾക്കാരെ എല്ലാവരും കൂടെ വെറുപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ചെയ്യരുത് രേണുസുതി. ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.